ബിഗ് ബോസിന്റെ വോട്ടിംഗ് തീരാൻ ഇനി വേറും ഏകാന നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനീഷാണ്. അനീഷിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 7,69,334 വോട്ടുകൾ അനീഷ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. തൊട്ടു പിറകിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന അനുമോളാണ്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 7,58,621 വോട്ടുകൾ അനുമോൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. തൊട്ടു പിറകിൽ തന്നെ നിൽക്കുന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 5,97,731 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു വോട്ട് വെച്ച് ഷാനവാസ് എന്തായാലും ജയിച്ച് കപ്പ് വെക്കാൻ പറ്റത്തില്ലെങ്കിലും നല്ലൊരു വോട്ട് തന്നെയാണ് ഷാനവാസും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപിറകിൽ നിൽക്കുന്ന നെവിനാണ്. നെവിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 5,60,60,510 വോട്ടുകൾ നെവിൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നെവിനും അക്ബറും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. തൊട്ടുപിറകിൽ തന്നെ നിൽക്കുന്നത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള വോട്ട് എന്ന് പറയുന്നത് 5,59,526 വോട്ടുകൾ അക്ബർ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നൂറയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ നൂറയ്ക്ക് എനിക്ക് തോന്നുന്നു ഇനി നൂറയ്ക്ക് വോട്ട് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള കാര്യമില്ലല്ലോ. നൂറ വിറ്റായി പോയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നൂറ ഇപ്പോൾ തൽക്കാലം ആ വോട്ടിങ്ങിന് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേറെ മത്സരത്തിൽ വോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നൂറയ്ക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നൂറ് എന്തായാലും ഔട്ടായി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാൻസും പരിപാടികളും അതുപോലെ തന്നെ നാളത്തേക്കുള്ള കുറച്ച് ഇൻട്രോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ ആയിരിക്കും എല്ലാ മത്സരാർത്ഥികളും ഇങ്ങനെ എവിക്ഷനും പുറത്താക്കലും അല്ലെങ്കിൽ ആരാ ജയിച്ചെന്നൊക്കെ തീരുമാനിക്കുക. എന്താ വെച്ചാൽ വോട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ലാണ്ട് ഇനി രാത്രിക്കുള്ളിൽ കുറച്ച് നേരം കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വോട്ട് മാറ്റം സംഭവിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അനുമോൾ അനീഷ് നല്ല രീതിയിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അനുമോൾ അനീഷിനെ കടത്തി വെട്ടാനുള്ള സാധ്യതയുമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അനീഷ് തന്നെ ഒന്നാം സ്ഥാനം നിലകൊള്ളാനും ചാൻസസ് ഉണ്ട്. നെവിൻ എന്തായാലും നല്ല രീതിയിൽ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ തന്നെ ഉറപ്പിച്ച മട്ടാണ്. അക്ബറും ഏകദേശം വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്തായാലും ഏകാന നിമിഷം കുറച്ച് നിമിഷം കൂടെ മാത്രമേ ഉള്ളൂ. എന്തായാലും ഏകാന നിമിഷം കഴിയുമ്പോഴേക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ആരാണ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ളതെന്ന്. ഫിനാലെ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ മറക്കാണ്ട് ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് കേട്ടോ കുറച്ച് നേരം കൂടി ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. ഞാൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.